ഹലോ ഓൾ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇന്നലെ പ്രീ മാർക്കറ്റും പോസ്റ്റ് മാർക്കറ്റും ഒന്നും ഇടാൻ കഴിയാനത്. സോ പക്ഷേ നമ്മൾ ടെലിഗ്രാമിൽ ആക്റ്റീവ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ടോട്ടൽ മാർക്കറ്റിൻ്റെ അവസ്ഥയും കാര്യങ്ങളെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ് മാർക്കറ്റിൽ നടക്കുന്നത്, ഗ്ലോബൽ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് പഠിക്കാം. അപ്പോൾ ടോട്ടലി US മാർക്കറ്റ്സ് നോക്കുവാണെങ്കിൽ നെഗറ്റീവാണ് എന്ന് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. നെഗറ്റീവ് ക്ലോസിംഗ് ആണ്. ബട്ട് ഡോ ജോൺസ് ഫ്യൂച്ചർ സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. യൂറോപ്യൻ മാർക്കറ്റ്സ് നോക്കുവാണെങ്കിൽ തന്നെ യൂറോപ്യൻ മാർക്കറ്റ്സ് ടോട്ടലി പോസിറ്റീവ്ലി ട്രേഡ് ചെയ്യുകയാണ്. ആൻഡ് അതൊരു പോസിറ്റീവ് സൈനായിട്ട് നമുക്കിവിടെ കാണാം. നിഫ്റ്റി നോക്കുമ്പോഴത്തേക്കും 14 പോയിൻറ്റ്സ് ഡൗൺ ആണ്. ആൻഡ് അതുകൊണ്ട് തന്നെ മേ ബി നമുക്കൊരു ഗ്യാപ്പ് ഡൗൺ അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ ഓപ്പണിംഗ് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരിക്കാം മേ ബി ഉണ്ടാവുക. ഏഷ്യൻ മാർക്കറ്റ്സ് ടോട്ടലി നോക്കുമ്പോഴത്തേക്ക് ഒരു ബെയറിഷ്നെസ് ഓൾറെഡി കാണുന്നുണ്ട്. ജാപ്പനീസ് മാർക്കറ്റ്സ് ഹാങ്സങ് എല്ലാം ഒരു ടോട്ടലി ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് മാർക്കറ്റിൽ നിലനിൽക്കുന്നതിൻ്റെ സൂചന കാണിക്കുന്നുണ്ട്. ബട്ട് നിഫ്റ്റി നിലവിൽ ട്രേഡ് ചെയ്യുന്ന ഒരു 17 പോയിൻറ്റ്സ് ഡൗൺ ആണെങ്കിൽ പോലും നമുക്കൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നെ കണ്ടിന്യൂ ചെയ്ത് പ്രതീക്ഷിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സോ നമ്മുടെ മാർക്കറ്റിൽ നിഫ്റ്റിയിൽ ഇന്നലെ എന്താ സംഭവിച്ചത് നമുക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മോസ്റ്റ്ലി റിവേഴ്സ് ചെയ്തു എന്നുള്ള കാര്യമാണ് ഇൻഫാക്റ്റ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതായത് കഴിഞ്ഞ ദിവസത്തെ ലോ, വെള്ളിയാഴ്ചത്തെ ലോ നിഫ്റ്റി ബ്രേക്ക് ചെയ്തു, താഴെ വന്നു. ആൻഡ് ആ ലോയിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സൽ ചെയ്തു എന്നുള്ളതാണ് ബേസിക്കായിട്ട് നടന്ന കാര്യം. കണ്ടില്ലേ, അത്യാവശ്യം നല്ല റിവേഴ്സൽ ക്യാൻഡിൽ നമുക്കിവിടെ കാണാം. അപ്പോൾ എങ്ങനെ നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യണമെന്നുള്ള കാര്യം ഞാൻ വ്യക്തമാക്കി തരാം. ഇപ്പോൾ എൻ്റെ ട്രേഡ് പ്ലാനിൽ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. ഈ ഒരു ഏരിയ ഡിമാൻഡാണ്. 25,740 എന്ന് പറയുന്നത് പ്രോപ്പർ ഡിമാൻഡായിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഇതൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് നമുക്കിവിടെ നിന്ന് കണക്കാക്കാം. ആൻഡ് നിഫ്റ്റിയിലെ ടോട്ടൽ സ്ട്രക്ചറൊക്കെ നോക്കുമ്പോഴത്തേക്കും നിഫ്റ്റി സൂചിപ്പിക്കുന്നത് അഗ്രസീവ് സെല്ലിംഗ് ഇന്നലെ ഫസ്റ്റ് ഹാഫിൽ നടന്നു, ബട്ട് റിവേഴ്സൽ പോസിബിലിറ്റി കണ്ടിന്യൂ ചെയ്തു എന്നുള്ളതാണ്. സോ മാർക്കറ്റിൽ ഒരു ട്രാപ്പ് ചെയ്തു, ഒരുപാട് പാനിക് ഉണ്ടാക്കി ട്രാപ്പ് ചെയ്ത ശേഷം മാർക്കറ്റ് അപ്സൈഡ് പോയി. അപ്പോൾ ഇനി നമുക്ക് എന്താണ് പ്രതീക്ഷിക്കാവുന്നത്? ഇത് കണ്ടില്ലേ, 26,050 ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് എന്തിനായിരിക്കും ഉള്ള അറ്റംപ്റ്റ് നടത്തുക? അടുത്തിനി ഒരു സെല്ലിംഗ് ഏരിയയിലേക്കുള്ള മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റിനുള്ള സാധ്യത നമുക്കിവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഈ മാർക്കറ്റിൽ കണ്ടിന്യൂ ചെയ്യുന്ന ആളുകൾ നിഫ്റ്റിയുടെ വ്യൂ മനസ്സിലാക്കുക. 26,050 ബ്രേക്ക് ചെയ്താൽ അടുത്തിന് 26,180 എന്നുള്ള ലിക്വിഡിറ്റി ഏരിയയിലേക്ക് മാർക്കറ്റ് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 26,180 പോകാനുണ്ട്. അതും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് 26,330 പോകാനുണ്ട്. സോ മാർക്കറ്റ് ഡിമാൻഡ് എടുക്കുന്ന സോണ് 25,722. സോ നമ്മുടെ എക്സ്പെക്റ്റേഷനെ മറിച്ച് സംഭവിച്ച് മാർക്കറ്റ് ഒരു ഡൗൺ സൈഡ് വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ഡിമാൻഡ് എടുക്കുമെന്ന് പ്രതീക്ഷിക്കാം, 25,730. ആൻഡ് ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്താൽ പിന്നെ ഒരു പ്യുവർ സെൽ ഓഫിനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ നമുക്ക് അത്രയും നെഗറ്റീവ് ഒരു സെൻറ്റിമെൻറ്റ്സ് ആണ് മാർക്കറ്റ് നിലനിൽക്കുന്നതെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനെ ഒരു പ്ലാന് നമുക്ക് വയ്ക്കാം. 25,050 ആദ്യം ബ്രേക്ക് ചെയ്താൽ 26,188, അതും ബ്രേക്ക് ചെയ്താൽ 26,280. സോ ഈ ഒരു ഏരിയയിൽ എന്തായാലും ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഏത് ഏരിയയാണ്? ഈ ഒരു ഏരിയയിൽ സപ്ലൈ അടിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഇവിടെ ഉണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് മൈൻഡ് സെറ്റിൽ വയ്ക്കാം. ഇതാണ് പ്രോപ്പർ സപ്ലൈക്കുള്ള പോസിബിലിറ്റി. ഈ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു സപ്ലൈ ഉണ്ടാവാം, ബട്ട് എനിക്ക് തോന്നുന്നു ഈ സപ്ലൈ ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ മാർക്കറ്റിൽ ഈ ഒരു ഏരിയയിൽ ഡിമാൻഡൊക്കെ ഉണ്ടാവാനും പോസിബിലിറ്റി 25,940. ഓക്കെ, അപ്പോൾ ഈ ഒരു ലോയിൽ നമുക്ക് മാർക്ക് ചെയ്ത് വയ്ക്കാം 25,907. ഓക്കെ, ഇത് രണ്ടും ഡിമാൻഡായിട്ട് വരാനുള്ള പോസിബിലിറ്റി നമുക്കിവിടെ കാണാം. ഇതും ഡിമാൻഡായിട്ട് ആക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കണം നമ്മൾ മാർക്കറ്റിൽ ലെവൽസ് മാർക്ക് ചെയ്ത് ഇരിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞാൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയും കൂടെ ഒന്ന് നോക്കിക്കളയാം. ബാങ്ക് നിഫ്റ്റിയിലും സിമിലർ പ്രൈസ് ആക്ഷൻ അല്ലേ കാണുന്നത്. മാർക്കറ്റ് ഇത് അടുത്തിനി നോക്കുന്നത് ഈ ഏരിയ ബ്രേക്ക് ചെയ്യാനാണ്. ഓക്കെ, അടുത്തിനി മാർക്കറ്റിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് സോൺസ് എല്ലാം ഓൾറെഡി മാർക്ക്ഡ് ആണ്. ഇനി നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് നമുക്ക് ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം. 60,000 സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്താൽ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻറ്റ്സ് നമുക്ക് പ്രതീക്ഷിക്കാം. 60,000. ഓക്കെ, ആൻഡ് ഡിമാൻഡായിട്ട് 58,800 ആക്ട് ചെയ്യാനും പോസിബിലിറ്റി ഉണ്ട്. കണ്ടില്ലേ, ഈ ഒരു ഏരിയ മാർക്കറ്റിൽ അത്യാവശ്യം ഡിമാൻഡായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇത് ബ്രേക്ക് ചെയ്താൽ ഒരു പാനിക്കിൻ്റെ സിറ്റുവേഷൻ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 58,640 എന്നുള്ള ഏരിയ ബ്രേക്ക് ചെയ്താൽ മാത്രമേ വലിയൊരു പാനിക്കിൻ്റെ ആവശ്യമുള്ളൂ. അല്ലാത്ത പക്ഷം ഞാൻ പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഈ ഒരു സപ്ലൈയിലേക്ക് മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ് ഞാൻ കാണുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട ന്യൂസുകളുണ്ടോ എന്നൊന്ന് പരിശോധിക്കാം. അപ്പോൾ ട്രേഡ് ഇറങ്ങുന്നതിന് മുന്നേ മാർക്കറ്റിൽ ഒരു ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്കുകളെ കുറിച്ചുള്ള ഒരു ധാരണ വേണമല്ലോ. അപ്പോൾ സെനോറസ് ഫാർമസ്യൂട്ടിക്കൽസ്
ഷെയർ പർച്ചേസ് എഗ്രിമെൻറ്റുമായിട്ട് മുൻപോട്ട് പോവുകയാണ് ആപ്നർ ഫാർമയായിട്ട് ബന്ധപ്പെട്ട്. അതൊരു 100% സ്റ്റേക്ക് ഇക്വിറ്റി ഷെയർ അക്വയർ ചെയ്യാനാണ് പോകുന്നത്. ഓക്കെ, അതൊരു പോസിറ്റീവ് ന്യൂസാണ് സിനോറസിനെ സംബന്ധിച്ച്. പിന്നെ സി മീഡിയ കോർപ്പറേഷൻ്റെ ന്യൂസ് അത് വലിയ കാര്യമാക്കണ്ട, അത് നടക്കട്ടെ. പിന്നെ അയൺ എക്സ്ചേഞ്ച് ഇന്ത്യക്ക് ഒരു 205 കോടിയുടെ കോൺട്രാക്റ്റ് നിലവിൽ വന്നിട്ടുണ്ട്. ഇനോക്സ് സോളാർ ആൻഡ് റൈസൺ എനർജിയുമായി ബന്ധപ്പെട്ടാണ് വന്നിരിക്കുന്നത്. റൈസൺ എനർജിയിൽ 95 crores ബാക്കി ഇനോക്സ് സോളാറുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നിരിക്കുന്നത്. എലമെൻ്ററി ഹോട്ടൽസ് പുതിയൊരു ഹോട്ടൽ അക്വയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രോപ്പർട്ടി അക്വയർ ചെയ്യുന്നതിൻ്റെ ന്യൂസ് വന്നിട്ടുണ്ട്. നേപ്പാളിലാണ്, അത് അവരുടെ സബ്സിഡിയറിയാണ് നോക്കാൻ പോകുന്നത്. കാർണേഷ്യ ഹോട്ടൽസ് എന്ന കമ്പനിയാണ് നോക്കുന്നത്. മോസ്റ്റ്ലി 80 വെൽ അപ്പോയിൻറ്റഡ് റൂംസ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ ലിമിറ്റഡ് ഹോട്ടൽസ് ഒരുപാട് അക്വിസേഷൻസും ഒക്കെ ആയിട്ട് അക്വയർ ഒരുപാട് പ്രോപ്പർട്ടീസ് അക്വയർ ചെയ്യുന്നുണ്ട്. പുതിയ പ്രോപ്പർട്ടീസ് തുടങ്ങുന്നുണ്ട്. കമ്പനി സെഗ്മെൻറ്റ്സിലുള്ളവർ ഈ ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കാം. ഓക്കെ, പനാക്കിയ ബയോടെക്കിൻ്റെ പുതിയ ബോർഡ് ഒരു വിനോദ് ഗോയൽ എന്ന് പറഞ്ഞ ആളെ പനാക്കിയ ബയോടെക്കിൻ്റെ പുതിയ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും നല്ലൊരു ന്യൂസാണ്. കണ്ടിന്യൂ ചെയ്യുന്ന ഒരു പുതിയൊരു ഒരാൾ പോയി ഒരാൾ തിരിച്ചു വരുന്നു, അത്ര ഒരു ന്യൂസ് കണ്ടാൽ മതി. സൈഡസ് ലൈഫ് സയൻസിനെ സംബന്ധിച്ചുള്ള ന്യൂസ് എന്ന് പറഞ്ഞാൽ കമ്പനീസ് US subsidiary Sentinel Therapeutics has announced that US Food and Drug Administration accepted the resubmission of new drug application for copper histidinate. അപ്പോൾ അതൊരു ഡ്രഗ് ആപ്ലിക്കേഷൻ റീസബ്മിഷൻ ന്യൂസാണ് വന്നേക്കുന്നത്. പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ന്യൂസ് ഉണ്ട്. അവർ 150 മില്യൺ യൂറോയുടെ ഒരു ലൈൻ ഓഫ് ക്രെഡിറ്റ് കൊടുക്കുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ന്യൂസാണ്. ഫിനാൻഷ്യൽ ക്ലൈമറ്റ് ഫ്രണ്ട്ലി എനർജി ജനറേഷൻ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ന്യൂസ് പോസിബിളി വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ പ്രധാനപ്പെട്ട ന്യൂസുകളെന്ന് പറഞ്ഞാൽ ന്യൂജൻ സോഫ്റ്റ്വെയറിന് ഒരു പുതിയൊരു ഓർഡർ കിട്ടിയിട്ടുള്ള ന്യൂസുണ്ട്. 16.53 കോടിയുടെ ന്യൂസാണ് വന്നിട്ട് നിൽക്കുന്നത്. പിന്നെ കേന കൺസ്ട്രക്ഷൻ്റെ ഒരു ടാക്സ് ഡിമാൻഡ് ന്യൂസ് വന്നിട്ടുണ്ട്. 72 കോടിയുടെ ടാക്സ് ഡിമാൻഡാണ് മോസ്റ്റ്ലി. ആൻഡ് ഇതിൽ തന്നെ ഇൻട്രസ്റ്റ് ഓഫ് 42.33 crores ടാക്സ് ഡിമാൻഡ് നോട്ടീസാണ് വന്നിരിക്കുന്നത്. ഹൈദരാബാദ് അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സിൽ നിന്നാണ് വന്നിരിക്കുന്നത്. സോ അതൊരു ചെറിയ നെഗറ്റീവ് ന്യൂസാണ്. അത് കമ്പനി അതിൻ്റെ രീതിയിൽ ഡീൽ ചെയ്യുമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ശേഷം RBL ബാങ്കിൻ്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ റിസൈൻ ചെയ്ത ന്യൂസ് ഇന്നലെ ഉണ്ടായിരുന്നു. ഞാൻ RBL ബാങ്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ അതൊരു എന്തെങ്കിലും നെഗറ്റീവായിട്ട് ബാധിക്കില്ല എന്നുള്ളത് മോർണിംഗ് സെഷനിൽ തന്നെ അറിയാൻ കഴിയും. അപ്പോൾ വെയിറ്റ് ചെയ്യാം RBL ബാങ്കിൻ്റെ ആ ഒരു ന്യൂസിനെ കുറിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് എന്തെങ്കിലും എൻ്റെ സ്റ്റോക്സിൻ്റെ ഫോക്കസിലുള്ളതെന്ന് ചോദിച്ചാൽ ഫോക്കസിൽ സ്റ്റോക്സൊക്കെ ഉണ്ട്. 1-2 സ്റ്റോക്സ് ഞാൻ നിങ്ങളോട് ഡിസ്കസും ചെയ്തിട്ടുണ്ട്. ഈ അനുപം രസായൻ ഞാൻ തൽക്കാലം ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണ് പറഞ്ഞിരുന്നു. 1300 മുകളിൽ ക്ലോസിങ് കിട്ടി. ആൻഡ് സ്റ്റിൽ നല്ല മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ് പ്രതീക്ഷിച്ച് ഞാൻ ഹോൾഡ് ചെയ്യുന്നൊരു സ്റ്റോക്കാണ് അനുപം രസായൻ എന്ന് പറയുന്നത്. അതിന് 2-3 ദിവസമായിട്ട് നല്ലൊരു ട്രേഡിംഗ് സെഷനിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ, ശേഷം എൻ്റെ ഫോക്കസിലുള്ള ഒരു സ്റ്റോക്ക് നോക്കട്ടെ ഏതാണ് റിവീൽ ചെയ്യാൻ പറ്റിയതെന്ന് നോക്കാം. ഓക്കെ, യൂണിക് പാർട്സ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ടോട്ടലി ഡിമാൻഡ് എടുത്ത് കയറാനുള്ള ഒരു സ്ട്രെങ്ത് ഇതുവരെ ആയിട്ട് വന്നിട്ടില്ലായിരുന്നു. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ തന്നെ യൂണിക് പാർട്സിൻ്റെ സ്ട്രക്ചർ വൈസ് നോക്കുകയാണെങ്കിൽ ടോട്ടലി പോസിറ്റീവ് സ്ട്രക്ചർ വന്നിട്ടുണ്ട്. ബട്ട് മാർക്കറ്റിന് ആ ഒരു പൂർണ്ണ സ്ട്രെങ്ത്തോടെ മുന്നോട്ട് പോകാനുള്ള ഇത് വന്നിട്ടില്ല. സോ എന്തായാലും ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. 540 റേഞ്ചാണ് ഞാൻ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. തൽക്കാലം ലോ ലെവൽസിൽ നിന്ന് ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഹോൾഡ് കണ്ടിന്യൂ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ 540 ലെവൽസ് എത്തുകയാണെങ്കിൽ സെൽ ചെയ്യാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ഇതിലൊരു ബേസിക് ആയിട്ടൊരു നോക്കുകയെന്ന് വെച്ചാൽ ഇതൊരു സെല്ലേഴ്സിൻ്റെ സോണാണ് ഈ ഏരിയ എന്ന് പറയുന്നത്. കുറച്ചധികം സെല്ലിംഗ് ആക്ടിവിറ്റി ഈ ഒരു ഏരിയാസിലുണ്ട്. മാർക്കറ്റ് 1, 2, 3 തവണ അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട് യൂണിക് പാർട്സിൽ. അപ്പോൾ അടുത്ത തവണ ഇത് കണ്ടിന്യൂ ചെയ്ത് ബ്രേക്ക് ചെയ്യുമെന്നാണ് ഞാൻ നോക്കുന്നത്. 540 ബ്രേക്ക് ചെയ്താൽ ഞാൻ ഒരു മൊമെൻറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. 540 ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഒരു മൊമെൻറ്റം ഉണ്ടാവത്തുള്ളൂ. സോ കുറച്ചധികം വലിയൊരു സെല്ലേഴ്സിൻ്റെ സോൺ അവിടെ ഉണ്ട്. അപ്പം ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്താൽ 600 റേഞ്ച് ഞാൻ ടാർഗറ്റ് ചെയ്യും. നമുക്കൊന്ന് വാച്ച് ലിസ്റ്റിൽ ഇടുന്നുണ്ട്. ഞാൻ എന്തായാലും കൂടുതൽ സ്റ്റോക്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. നിലവിലുള്ള ക്വാണ്ടിറ്റി ആ ഒരു ഏരിയയിലേക്ക് റൈഡ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ യൂണിക് പാർട്സ് എല്ലാവരും ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇടുക. മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുമോ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. സോ ഹിന്ദുസിങ്ക് ഒരുപാട് പേര് ട്രേഡ് എടുത്തിട്ടുണ്ടെന്ന് അറിയുന്നുണ്ട്. സോ ഹിന്ദുസിങ്ക് ഈ ഭാഗത്തൊക്കെയാണ് 520 റേഞ്ചിലൊക്കെയാണ് പലരും വാങ്ങിയിട്ടുള്ളത്. സോ നമ്മളെല്ലാം ഈ ഒരു റേഞ്ച് ഞാൻ ഈ 480 റേഞ്ചിൽ തന്നെ ഒരുപാട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. 480, 470 റേഞ്ചിൽ ഈ ഒരു ഭാഗത്തെ നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ അപ്സൈഡ് പോകുന്നുണ്ട്. ഹയർ ടാർഗറ്റ്സിലേക്ക് നമ്മൾ പ്രതീക്ഷിച്ച് കുറച്ച് ക്വാണ്ടിറ്റി ഞാൻ ഹോൾഡ് ചെയ്യുകയാണ് ഹിന്ദുസ്ഥാൻ സിങ്കിൽ. അപ്പം ഇതുപോലത്തെ സ്റ്റോക്സൊക്കെ ഏർലി എൻട്രി നമ്മൾ എടുക്കാറുണ്ട്. കുറച്ച് ഇത് വെയിറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ശേഷം ജംന ഓട്ടോ അത്യാവശ്യം നല്ലൊരു പ്രൈസ് ആക്ഷൻ കാണിക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകളാണ്. ഇപ്പോൾ 140 ആണ് അടുത്ത സപ്ലൈ ഞാൻ പ്രതീക്ഷിക്കുന്നത്.
ശേഷമുള്ള സ്റ്റോക്ക് മാസ് ഫിനാൻഷ്യൽ സർവീസ് ആണ്. മാസ് ഫിനാൻഷ്യൽ സർവീസ് ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിൽ ഇങ്ങനെ ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മാസ് ഫിൻ സർവീസ് ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് ഒരു ചെറിയ ക്വാണ്ടിറ്റി. എൻ്റെ 359.60 ആണ് എൻ്റെ ടാർഗറ്റ്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. MAS ഫിനാൻഷ്യൽ സർവീസ് എന്ന കമ്പനിയാണ് ഞാൻ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് എൻ്റെ ടെക്നിക്കലി പഠിക്കാൻ ശ്രമിക്കുക എല്ലാവരും. ഇതൊരു സ്റ്റോക്ക് സജഷനല്ല, മറിച്ച് ഞാൻ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്സിനെ കുറിച്ച് വെളിപ്പെടുത്തിയതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സ്റ്റോക്സാണ് ഞാൻ ബേസിക്കലി ഹോൾഡ് ചെയ്യുന്നത് ഹൈ പ്രയോറിറ്റിയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റോക്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യാം, ആൻഡ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. നമുക്ക് ആ സ്റ്റോക്സിൻ്റെ പ്രൈസ് ആക്ഷൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ വൈകിട്ട് പോസ്റ്റ് മാർക്ക് സെഷനുമായിട്ട് കാണാവുന്നതാണ്. താങ്ക് യു.